അപ്പോൾ കൂത്തിൽ നിന്ന് പിന്നെ തുള്ളലുണ്ടായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൂത്ത് ക്ഷേത്രത്തിനുള്ളിലും തുള്ളൽ ഗ്രന്ഥശാല മുറ്റത്തുമായിരുന്നു എന്ന സങ്കല്പമാണ്. അപ്പോൾ കൂത്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ പ്രബുദ്ധരായ ആളുകൾക്ക് മാത്രം ഇത് പുറത്ത് ജനകീയമായ ഒരു കലയായിട്ടും അത് മാറുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ വെച്ച് പി എൻ പണിക്കർ ഇദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പൊന്നുതമ്പുരാൻ്റെ 2 ചക്രം ഈ പാവപ്പെട്ട ഗ്രന്ഥശാലകൾക്ക് കിട്ടുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? അപ്പോൾ അതിന് മറുപടി പറയുന്നുണ്ട്, പൊന്നുതമ്പുരാൻ്റെ പണം മോഹിച്ചല്ലട ഞങ്ങളൊക്കെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയത്. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം വിളിച്ചു കൂട്ടി. 1945 സെപ്റ്റംബർ 14 അത് വിളിച്ചു കൂട്ടിയത്. അന്ന് തിരുവിതാംകൂറിൽ 370-ലധികം ഗ്രന്ഥശാലയുണ്ടായിരുന്നു. പക്ഷേ ആ യോഗത്തിൽ പങ്കെടുത്തത് 47 ഗ്രന്ഥശാലകൾ മാത്രമാണ്.